ഇതിവിടുത്തെ ജോലിക്കാരിയാ അമ്മു. ശ്യാം അവിടെ വന്നോ? എന്നെ കാണുമല്ലോ ഈശ്വര. അമ്മയെ സഹായിക്കാനായിട്ട് ഇവിടെ ഒരു പുതിയ ജോലിക്കാരി വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞ് കേട്ടിരുന്നു. അവളെ കണ്ടിട്ടാണോ ദേവിക കള്ളിന്ന് വിളിച്ചത്? ഹലോ സാർ, ഞാൻ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. മോളെ, ഈ കുട്ടിയെ കള്ളിന്നൊക്കെ വിളിക്കാൻ തക്കവണ്ണ ഇവിടെ എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിയില്ല സർ. കോവിലകത്തിന്റെ പല ഭാഗത്തും പോയി ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഈ വിളക്കെടുത്തത് മോഷ്ടിക്കാനല്ല, തുടച്ച് വൃത്തിയാക്കാനായിരുന്നു. എന്റെ പ്രവൃത്തികളെ രഹസ്യമായിട്ട് വെച്ച് എന്നെ വാച്ച് ചെയ്തുകൊണ്ട് ഈ കുട്ടി പുറകെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല സർ. പിന്നെന്തിനാ ഞാൻ കള്ളിന്ന് വിളിച്ച് കൂവിയപ്പോ നീ ഞെട്ടിയത്, മുഖം തിരിച്ചത്? ഞാൻ പൂജാമുറിയുടെ മുന്നിലല്ലേ നിന്നത്. നിരപരാധിയായ എന്നെ കള്ളിയാക്കിയപ്പോ ഞാൻ മുഖം തിരിച്ചത് ഭഗവാന്റെ നേർക്കാം. നിരപരാധിയായ എന്നെ കള്ളിയാക്കരുത് എന്ന് അപേക്ഷിക്കാൻ. മോളെ, നീ അമ്മൂനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അമ്മ കള്ളിയൊന്നുമല്ല, സത്യസന്ധതയും ആത്മാർത്ഥതയുള്ള നല്ലൊരു ജോലിക്കാരിയാ. ുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി താലി കെട്ടിയ ഭർത്താവായി കണ്ട് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു ഭാര്യയായിരുന്നു വന്ദന. ഇന്ന് അവൾക്ക് അവളുടെ ഭർത്താവ് കണ്ടിരുന്ന രാജീവിനെ കാറടിച്ച് കൊന്ന കൊലപാതകയാണ് ഞാൻ. നിയമോള് എന്നെ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിക്കാനും വിശ്വസിക്കാനും തുടങ്ങിയ കുട്ടി. ഇന്ന് അവൾക്ക് ഞാൻ സ്വന്തം അച്ഛന്റെ ജീവനെടുത്ത കൊലയാളിയാ. രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുകയാണോ? ഞാൻ ഒറ്റപ്പെടുകയാണോ? സൗഭാഗ്യങ്ങളുടെ കൊടുമുടിയിലെത്താൻ എന്റെ ജീവിതം അതപ്പത്തിനടുത്തേക്ക് കൂപ്പുകൊത്താണോ ഈശ്വര? രാജുമാനോന്റെ മരണത്തിന്
അതിന് കാരണക്കാരനായ കൊലയാളി ഞാനാ. വന്നരാ ഞാൻ. അപ്പോഴത്തെ സമയത്ത് കാറിലുണ്ടായിരുന്ന അച്ഛൻ തന്നെ പറഞ്ഞ ഞാൻ അറിഞ്ഞത്. അതും കാലങ്ങൾക്ക് ശേഷം അച്ഛൻ പറഞ്ഞത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലാതെ ആ അപകടത്തെക്കുറിച്ച് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. രാജീവ് സാറിന്റെ മരണത്തിന് ഉത്തരവാദി ജഗൻ തന്നെയായിരിക്കും. ACPയുടെ മുന്നില് കുറ്റം സംഭവിച്ച ജഗനെ ഞാൻ തല്ലരുതായിരുന്നു. ഇനി വിനുവേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ജഗൻ കുറ്റം ഏറ്റതായിരിക്കോ? ആലോചിച്ചിട്ടൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ജഗനെ വേണ്ട വിചാരമില്ലാതെ തല്ലേണ്ടി വന്നു. എന്റെ കഴുത്തിന് താലി കെട്ടിയ ഭർത്താവ് മാത്രമല്ല ജഗൻ, എനിക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തെന്ന ആളാ. ജയിലിൽ കിടക്കുന്ന സമയത്ത് ജഗനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഞാൻ തല്ലിയല്ലോ എന്നുള്ള ചിന്തയായിരിക്കും.